നല്ല സിനിമ. നല്ല മേക്കിംഗ് ഒക്കെ നല്ല സൂപ്പർ. നല്ല സിനിമയായിരുന്നു, അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എൻഡിലേക്ക് പോകുന്നത്. സൂപ്പർ, അടിപൊളി മൂവി. സ്റ്റൈലിഷ് ആയിരുന്നു, ഫുൾ ഓൾ ഓവർ അടിപൊളി. ഗെയിമിംഗ് ബേസ് ആണ്, പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് എന്താന്നുള്ളത് ആ ഒരു ഇത് അറിയുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സൂപ്പർ, BGM പറയാനില്ല, അടിപൊളി. മേക്കിങ്ങും സൂപ്പറായിരുന്നു. സിനിമ കേട്ടോ, നല്ല സിനിമയാണ്. മമ്മൂക്ക എനിക്ക് ഇത്രയും നല്ല പോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു. മമ്മൂക്കയുടെ നടപ്പ് വരെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അടിപൊളി സിനിമയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വേറെ ലെവല് സിനിമയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അണ്ണൻ്റെ പേരിൻ്റെ ആറാട്ടണ്ണൻ്റെ ഒരു വരവുണ്ട് കേട്ടോ. ഒന്നൊന്നര വരക്കുമായിരുന്നത് പുള്ളിക്കാരൻ്റെ ആ വരവ്. സത്യമായിട്ട് ഞെട്ടിച്ചു എല്ലാവരും. ആ എൻട്രി, ആ സീൻ കഴിഞ്ഞിട്ട് കൂടി നമുക്കത് ചിരിയായിരുന്നു നിൽക്കുന്നത്. ചിരി നിർത്തുന്നില്ല, നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ചിരി നിർത്തുന്നേ അല്ലായിരുന്നു. പിന്നെ മമ്മൂക്കാടെയാണ് ആ ഒരു അടിപൊളി. അത് ഫസ്റ്റ് ഹാഫ് നമുക്കൊന്ന് നോക്കുമ്പോൾ ഫുള്ള് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ സിനിമയാണ്. പക്ഷെ അത് ഇന്റർവ്യൂവിൽ കഴിഞ്ഞിട്ടാണ് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. മമ്മൂക്കായെ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കണ്ടിട്ടില്ല. ആ രീതിയിൽ അടിപൊളി. ഫൈറ്റൊക്കെ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൈറ്റൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ പുള്ളിക്കാരൻ ഫുള്ള് ഫൈറ്റായിരിക്കും. പക്ഷെ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് കഥ വരുന്നത്. അടിപൊളി സ്റ്റൈലിഷാണ്. ആറാട്ടണ്ണനെ കണ്ടപ്പോ എന്തായാലും ഈ സിനിമയ്ക്ക് പുള്ളിക്കാരൻ നെഗറ്റീവ് പറയത്തില്ലെന്ന് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ എനിക്ക് ഈ ആളുടെ പേരറിയത്തില്ല, അണ്ണാന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു.